ഒരു കണ്ണാമ്പള്ളി മാത്രമേ ഉള്ളൂ. അത് 4 മണിക്ക്. അത് നമുക്കൊന്നും കയറാൻ പറ്റില്ല, അത്ര ജനമാണ്. നല്ല ഗവൺമെന്റ് ജോലിയുള്ളവരും ഒക്കെ ഈ പ്രിയദർശിനിയിൽ പോകുന്നത് സാധാരണ പാവപ്പെട്ടവര് പോലെയുള്ളവർക്കൊക്കെയാണ് അത് വലിയൊരു ഉപകാരമാണ്. നമ്മളും പൈസ ഇല്ലാതിരിക്കപ്പോഴേ ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പോകാൻ പറ്റൂല. ഇതിപ്പം ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങി പോവാം. കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നേ ഉള്ളൂ. നമസ്കാരം പ്രിയപ്പെട്ട മലയാളി വാർത്താ പ്രേക്ഷകരെ. UDF സർക്കാരിന്റെ ഏറ്റവും ഒരുപാട് വാഗ്ദാനങ്ങളിൽ പ്രധാനമായ ഒരു വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി. അത് വളരെ വൈകാതെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പൊ 1 മാസം പിന്നിടുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിലാണ്. ഈ സ്ത്രീ യാത്രികർക്കൊക്കെ പ്രിയദർശിനി എപ്പോഴും കിട്ടുന്നുണ്ടോ, 1 മാസം പിന്നിടുമ്പോൾ ലാഭം കൊയ്യാൻ സാധിക്കുന്നുണ്ടോ, എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. ഇപ്പൊ പ്രിയദർശിനി 1 മാസം പിന്നിടുകയാണ്. എങ്ങനെയുണ്ട് ലാഭം? ഞാൻ വല്ലപ്പോഴാ വരുന്നത്, എനിക്കറിയില്ല. കിട്ടാറില്ല. ഞാൻ പോകാറില്ല, ഇന്ന് ഇറങ്ങിയത് ബസ്സിലൊക്കെ. ഇപ്പൊ പ്രിയദർശിനി 1 മാസം പിന്നിടുകയാണ്. എങ്ങനെയാണ്, ലാഭമാണോ? കിട്ടുന്നില്ല, കിട്ടാറില്ല. പ്രിയദർശിനി 1 മാസം പിന്നിടുകയാണ്. അപ്പൊ ലാഭമൊക്കെ 1 മാസം എങ്ങനെയുണ്ട്? കൊയ്തോ, ലാഭം കൊയ്തോ? കുഴപ്പമില്ല. എപ്പോഴും കിട്ടോ? അങ്ങനെ എന്ത് പറയാ, കിട്ടാറില്ല. എന്താ പറയാ, ഒന്നും പറയാൻ പറ്റാത്ത. ഏത് റൂട്ടാണ്, എവിടെയാണ് പോയി വരുന്നത്? ഞങ്ങളെ റൂട്ടിലോട്ട് പ്രിയദർശിനി ഇല്ല. ഞങ്ങൾ നെട്ടയോട് ആ റൂട്ടിലേക്ക് ഇല്ല. പക്ഷെ നല്ല ഒരു കാര്യമല്ലേ അല്ലേ? നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് ആരെ കയ്യിൽ നിന്ന് വാങ്ങണ്ടല്ലോ, പെട്ടെന്ന് ആ ബസ്സിൽ അങ്ങ് പോവാല്ലോ. നല്ല കാര്യമാണ് അത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ട് ഉണ്ട് ഉണ്ട്. നല്ല കാര്യം. എല്ലാവരും ഒരു സന്തോഷകരമായത്. കാരണം നമ്മളും പൈസ ഇല്ലാതിരിക്കപ്പോഴേ ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പോകാൻ പറ്റൂല. ഇതിപ്പം ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങി പോവാം. കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നേ ഉള്ളൂ. നല്ല കാര്യം കിട്ടും. നല്ല കാര്യം അത്. ഇഷ്ടപ്പെട്ടു. 1 മാസം പിന്നീടാണ് അറിഞ്ഞില്ല. ഇല്ല ഇല്ല, നമുക്ക് എപ്പോഴും കിട്ടാറില്ലല്ലോ. പ്രിയദർശിനി 1 മാസം പിന്നീടാണ്. എപ്പോഴും കിട്ടോ? ഞങ്ങൾക്കില്ലല്ലോ. ഒരു കണ്ണാമ്പള്ളി മാത്രമേ ഉള്ളൂ. അത് 4 മണിക്ക്. അത് നമുക്കൊന്നും കയറാൻ പറ്റില്ല, അത്ര ജനമാണ്. ഞങ്ങൾക്കോ? എനിക്ക് ചൊവ്വള്ളൂര്, പുളിയർക്കോണം ചൊവ്വള്ളൂര്. ആ റൂട്ടില്ല. ഇല്ല. സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ്. അല്ലാതെ മറ്റു റൂട്ടിലേക്ക് പോകുമ്പോൾ കിട്ടാറുണ്ടോ? ഇല്ല, എങ്ങും പോണില്ല. വീട്ടു ജോലിക്ക് ഇവിടെ വരും, അവിടെ ഒരു വീട്ടിൽ പോകും. ഒരു ചേച്ചി വന്ന് അവര് എന്നെ കൂടെ ആട്ടെ കയറ്റി. എനിക്ക് കാലൊന്നും നടക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ കയറ്റി ഇവിടെ ഇറക്കി. പൈസ വാങ്ങിച്ചില്ല. ഇല്ല, കയറിയില്ല. ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ 4 മണിക്ക് ചൊവ്വള്ളൂര് വരും. അതിന്റെ പുറകെ ആയിരിക്കും ചിലപ്പോ അത് വരണം. സിറ്റി ബസ് അല്ല, ഇതുവരെ കയറിയിട്ടില്ല. പ്രിയദർശിനി കയറില്ല. പക്ഷെ സന്തോഷമാണ്. കയറിയിട്ടില്ല. ഇല്ല, പക്ഷെ നമുക്കിത് പോകുമ്പോൾ വളരെ സന്തോഷം. കയറട്ടെ, നമുക്ക് കുഴപ്പമില്ല. പോകാൻ പറ്റുന്നവര് പോട്ടെ. വണ്ടിയുള്ളവരൊക്കെയാണ് കൂടുതലും പോകുന്നത്. പിന്നെ നല്ല കാര്യമല്ലേ? ഓ, ഏത് ബസ്സിന്റെ നമുക്ക് കിട്ടൂല. ഇത് കരമന. അത് ഇവിടെ കിട്ടിയാലല്ലോ നമുക്ക് ഈ സ്റ്റോട്ടിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കാത്തു നിക്കണ്ടേ, വലിയ ബുദ്ധിമുട്ടിയത്. ആ, വീട്ടില് നമ്മള് അത് കാത്തു നിൽക്കുമ്പോ വീട്ടിൽ ജോലിക്ക് പോകുമ്പോ വലിയ താമസിക്കും. നമുക്ക് ഒരു റൂട്ട് 2 ബസ് കയറണം. രാവിലെ വരും. അവിടെ നിന്ന് ഭയങ്കര തിരക്കാണ്. മടിക്കും. അത് കാലൊക്കെ വയ്യാത്തോണ്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. കാലൊക്കെ തണ്ടും പുണ്ണല്ലേ, അതുകൊണ്ടൊക്കെ കയറാനൊക്കെ നിക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഒരിക്കൽ കയറി. ഇവിടെ അത് വഞ്ചൂര് വഴി കറങ്ങിയൊക്കെ പോണ വണ്ടിയാ. ഞാൻ അത് കയറാറില്ല. തിരക്കായിട്ട് കയറില്ല. 2 ദിവസം കയറി. തിരക്കായിട്ട് കയറില്ല. പുളിയിറക്കണം. അതെനിക്ക്
ഞാൻ ഇവിടുന്ന് ഒരു ബസ്സേ ഉള്ളൂ. അത് പ്രിയദർശിനി ഉണ്ടോ? ഒരെണ്ണം ഉണ്ട്. പക്ഷെ തിരക്കാകുമ്പോൾ നമ്മൾ മടിക്കല്ലേ കയറാറില്ല. പൊതുവെ ഈ പദ്ധതിയെ പറ്റി എന്താണ് ഒരു അഭിപ്രായം? എല്ലാവർക്കും കിട്ടുന്നില്ല എന്നൊരു പരാതി ഉണ്ടല്ലേ? ഞങ്ങൾക്ക് ആ വഴിക്കൊന്നും ഇല്ല മാഡം. വെള്ളനാട് ചെറിയുണ്ണി വഴി പിന്നെ ചെറിയുണ്ണി ആ വഴിയുള്ളത്, വട്ടിയൂർക്കാവ് ചെറിയുണ്ണി ഒരെണ്ണം, പുളിയിറക്കോണം വഴി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് നമുക്കതുകൊണ്ടൊരു പ്രയോജനം കിട്ടുന്നില്ല. അതൊന്നും ചെയ്യുന്നില്ല. രാവിലെ ഒരു റൂട്ട് എത്ര ബസ് കയറാറുണ്ട്? രാവിലെ ഒരു റൂട്ട് ഞങ്ങൾ അവിടുന്ന് നമുക്ക് അവിടുന്ന് ഇവിടം വരെ ഇവിടെ വന്നിറങ്ങാം. ഞങ്ങൾക്ക് 34 രൂപ. ഈ ഒരു റൂട്ട് പ്രിയദർശിനി കിട്ടാറുണ്ടോ? ഈ ഒരു റൂട്ടും ഇല്ല. ഞങ്ങൾക്ക് വെള്ളനാട് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് ഈ റൂട്ട് വരുന്നുണ്ട്. അത് നമ്മൾ വരുന്നത് അത് രാവിലെ 5:30 ഒന്നുണ്ട്, പിന്നെ 8:30, പിന്നെ ഉച്ചയ്ക്കൊക്കെ ഉണ്ട്. അത് അങ്ങനെ സമയം മാറിയത്. അപ്പൊ നമ്മൾ വരുന്നേം പോകുന്ന സമയത്ത് ഇല്ല. അത് ലാഭമാണ് കിട്ടുവാണെങ്കിൽ. പക്ഷെ കിട്ടാത്തോണ്ട് നമുക്ക് അതിലൊരു മെച്ചം തോന്നുന്നില്ല. 2-3 ദിവസം ഞാൻ ഇതിൽ ഈ നേരത്ത് വന്നപ്പോ പോയി കയറി. അപ്പൊ അത് വലിയ ലാഭാ. നമുക്ക് വെള്ളനാട് നേരെ വഴിക്കൊക്കെ ഒരുപാട് ബസ്സുണ്ട്. നമുക്ക് ഈ ചെറിയുണ്ണി വട്ടിയൂർക്കാവ് വഴി ഇല്ല. അതെ, അതിപ്പോ പറ്റൂല. അതിലൊന്നും ഒരു വിഷമമില്ല. കാരണം ഉള്ളവർ പോകുന്നവരെങ്കിലും ലാഭത്തിൽ പോട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, വലിയ ശമ്പളക്കാരും ജോലിക്കാരും എല്ലാവർക്കും അത് പറ്റണ കാര്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നല്ല ഗവൺമെന്റ് ജോലിയുള്ളവരും ഒക്കെ ഈ പ്രിയദർശിനിയിൽ പോകുന്നത് സാധാരണ പാവപ്പെട്ടവര് പോലെയുള്ളവർക്കൊക്കെയാണ് അത് വലിയൊരു ഉപകാരമാണ്. കുറച്ച് പേരെയൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇവർക്ക് സ്ഥിരം കൊടുത്താ അല്ല ചിലപ്പോൾ 50,000, 1,00,000, 60,000, 35,000 ഒക്കെ സാലറി വാങ്ങിക്കുന്ന തൊഴിലാളികളുണ്ട്. പിന്നെ ഞങ്ങളെ പോലെയുള്ള വീട്ടു തൊഴിലാളിക്ക് പോണവർക്കും അല്ല സുഖമില്ലാത്തവർക്കൊക്കെയാണ് എന്നും കൊടുത്താൽ അത് വലിയൊരു നേട്ടമാണ്. അതാണ് ഏറ്റവും നല്ലൊരു ആവശ്യം. നമ്മളെ സുഖമില്ലാത്ത ഒത്തിരി പേരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു യാത്ര സൗജന്യം കൊടുത്താൽ അത് വലിയൊരു നേട്ടമാണ്. ജോലി ചെയ്യാൻ പറ്റാത്തവര്, അസുഖമുള്ളവര്, അവർക്കൊക്കെ അതൊരു വലിയൊരു നേട്ടമാണ്. അങ്ങനെ ഉണ്ട്. നമുക്കില്ല. പിന്നെ അവിടെ വെള്ളനാട്, പിന്നെ നെടുമങ്ങാട്, കാട്ടാക്കട റൂട്ടൊക്കെ ഒത്തിരി വണ്ടി പോകുന്നുണ്ട്. പ്രിയദർശിനിക്ക് ഒത്തിരി പോകുന്നുണ്ട്. അപ്പോ ഇതാണ് സ്ത്രീജനങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ വന്നു. കുറച്ചു പേർ മാത്രമാണ് നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ ഈ പ്രതികരിച്ചവർക്കൊക്കെ പറയാനുള്ള പ്രധാന പരാതി അവരുടെ റൂട്ടിലേക്ക് പ്രിയദർശിനി ഇല്ല എന്നാണ്. മാത്രമല്ല ഈ ഒരു മാസത്തിനിടയിൽ പദ്ധതി തുടങ്ങിയിട്ട് 1 മാസം പിന്നിടുന്നു. ഈ 1 മാസത്തിനിടയിൽ പ്രിയദർശിനിയിൽ കയറാത്ത സ്ത്രീജനം യാത്രക്കാരും ഉണ്ട് എന്നതാണ് ഏറ്റവും ഇപ്പോൾ അവരുടെ പ്രതികരണത്തിൽ തന്നെ നമുക്കത് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് റൂട്ടുകളിൽ ഈ പ്രിയദർശിനി സൗജന്യ യാത്ര കിട്ടാത്തൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട് എന്ന് സ്ത്രീ യാത്രക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല എല്ലാ യാത്രക്കാർക്കും അത് ആ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു യാത്രക്കാരി പറഞ്ഞതുപോലെ, ഒരു സ്ത്രീ യാത്രക്കാരി പറഞ്ഞതുപോലെ തന്നെ, അതായത് പ്രിയദർശിനി ഫ്രീ ടിക്കറ്റ് ആണ്. അപ്പോൾ എല്ലാ സ്ത്രീകളും ആ ബസ്സിൽ കയറും. അപ്പോൾ വലിയൊരു തിരക്കുണ്ടാകും. വലിയ തിരക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിപ്പോൾ കാണിച്ചു തരാൻ സാധിക്കുന്നില്ല, ചിന്തിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ഈ കേരളത്തിലെ ബസ്സുകളുടെ ഒരു തിരക്കെന്ന്. അപ്പോൾ വലിയ തിരക്കുണ്ടാകും. ആ തിരക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബസ്സിൽ കയറാൻ ഒരു മടിയുണ്ടാകും. അപ്പം അങ്ങനത്തെ അവസ്ഥയും ഒരു പ്രശ്നവും ഒരു വശത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാ റൂട്ടുകളിലേക്കും ബസ് ഇതുവരെ എത്തിയിട്ടില്ല, പ്രിയദർശിനി എത്തിയിട്ടില്ല എന്നതും ഒരു ന്യൂനതയായിട്ട് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടം നമ്മളോട് പ്രതികരിച്ചത് നെട്ടയം ഭാഗത്തേക്ക് എപ്പോഴും പ്രിയദർശിനി ഇല്ല എന്നൊരു അപാകത ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പദ്ധതി 1 മാസം പിന്നിടുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്, നിലവിലുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് UDF സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു പ്രിയദർശിനി. അതായത് എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നൽകണം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. പക്ഷേ എല്ലാ സ്ത്രീ ജനങ്ങൾക്കും, എല്ലാ സ്ത്രീ യാത്രക്കാർക്കും അതിന്റെ ഒരു പ്രയോജനം ഉൾക്കൊള്ളാനാകില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നത് തന്നെയാണ് അവരുടെ ഒരു പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 1 മാസം പിന്നിടുമ്പോൾ
പരാതികളും പരിഭവങ്ങളും ഉണ്ട് സ്ത്രീ യാത്രക്കാർക്ക്. എല്ലാവർക്കും കിട്ടുന്നില്ല, എല്ലാവർക്കും അത് ലഭ്യമാകുന്നില്ല. ഇനി ലഭ്യമാകുന്ന തന്നെ അത് കയറാൻ ഈച്ചയ്ക്ക് പോലും ഇടമില്ലാത്ത സാഹചര്യം. അങ്ങനെ ഒരു പരാതി കൂടി ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. എന്തായാലും നമുക്ക് പൊതുവെ ഒന്ന് നോക്കാം. ഒരു മാസം ഈ ഒരു പദ്ധതി പിന്നിടുമ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ സ്ഥിരം ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച്, വനിതാ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് അവർക്ക് കൊയ്യാൻ സാധിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് ഒരു മാസം 3000 രൂപ വരെ മിച്ചം പിടിക്കുന്നവരുണ്ട്. അതായത് ബസ് യാത്രയ്ക്ക് 3000 ചിലവായി. ഇപ്പോൾ പ്രിയദർശിനി എപ്പോഴും കിട്ടുന്നത് കാരണം 3000 രൂപ ലാഭിക്കാൻ പറ്റിയ ഒരുപാട് യാത്രക്കാരുണ്ട്. അങ്ങനത്തെ യാത്രക്കാരും ഒരു വശത്ത് നിൽക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ 5 ലക്ഷം വനിതാ യാത്രക്കാരാണ് ഇപ്പോൾ അധികമായിട്ട് KSRTCയെ ആശ്രയിക്കാൻ തുടങ്ങിയതെന്ന കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് നിലവിലെ യാത്രക്കാരെക്കാളും കൂടുതൽ വനിതാ യാത്രക്കാർ, സ്ത്രീ യാത്രക്കാർ ബസ്സിനെ ആശ്രയിച്ചു തുടങ്ങി എന്നതാണ് ഈ ഒരു ഈ കണക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പ്രതിദിനം 2.5 കോടി രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ എന്നാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ചില ദിവസങ്ങളിൽ ഇതൊരു 3 കോടി രൂപയാകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ബസ്സിന്റെ ഒരു തിരക്ക് നമുക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിൽ വലിയ നിറഞ്ഞു കവിഞ്ഞു വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ബസ്സിൽ ഉണ്ടാകാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഒരു വനിതാ യാത്രക്കാരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരക്കിന്റെ കാരണം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വലിയ തിരക്ക് ഈ ബസ്സിലില്ല, പക്ഷെ നിറഞ്ഞു കവിഞ്ഞു വരുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കയറാനാകില്ല എന്നാണ് സ്ത്രീ ജനങ്ങൾ അല്ലെങ്കിൽ വനിതാ യാത്രക്കാർ മലയാളി വാർത്തയോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു കണക്കിലേക്ക് തിരിച്ചു വരാം. ആകെ യാത്രക്കാരിൽ സ്ത്രീ യാത്രക്കാർ മുൻപ് 40 മുതൽ 50% വരെയാണെങ്കിൽ ഇപ്പോൾ അത് 60% ഉയർന്നിരിക്കുകയാണ്. അതായത് ഫ്രീ സർവീസ് തുടങ്ങിയത് മുതൽ സ്ത്രീ യാത്രക്കാർ കൂടുതൽ KSRTC സൗജന്യ യാത്ര ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ആനുകൂല്യം അവർക്ക് കിട്ടി, അവരത് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ 2 വീലറിലൊക്കെ ജോലി സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന സ്ത്രീ യാത്രക്കാരുണ്ട്. പക്ഷേ ഈ ഒരു സൗജന്യ യാത്ര തുടങ്ങിയതിന് ശേഷം അത് ഉപേക്ഷിച്ച് ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയവരുമുണ്ട് എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതി അത് പ്രിയദർശിനി അതെന്തായാലും ഒരു മാസം പിന്നിടുമ്പോൾ ഒരു വശത്ത് പരിഭവങ്ങളും പരാതികളും ഉണ്ട്, ഇപ്പോഴും കിട്ടാത്തവരുണ്ട്, ഇപ്പോഴും യാത്ര ചെയ്യാത്തവരുണ്ട്, മറുവശത്ത് ലാഭം കൊയ്യുന്നവരുമുണ്ട്.